ഏറ്റുമാനൂർ തെള്ളകത്ത് വീടിനു പിന്നിൽ വീട്ടമ്മയെ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. പൂഴിക്കുന്നേൽ വീട്ടിൽ ലീന ജോസിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലീനയും ഭർത്താവിന്റെ പിതാവുമാണ് ഈ സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. ഷിനോജ് എസ്റ്റിയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനുള്ളത്. ഷിനോജ്, ഏറ്റുമാനൂരിൽ നിന്നും മറ്റൊരു വാർത്ത വരികയാണ്. അപ്പോൾ വീട്ടമ്മയെ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിൽ പോലീസ് എന്താണ് പറയുന്നത്? പൂജ, ആകെ ദുരൂഹതയാണ്. എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് പോലീസിനും ഇപ്പോഴൊരു വ്യക്തതയില്ല. കൊലപാതകമാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മരണമാണോ എന്ന് സംബന്ധിച്ച ഒരു നിഗമനത്തിലേക്ക് പോലീസ് ഇതുവരെയും എത്തിയിട്ടില്ല. എന്തായാലും ഇന്നലെ രാത്രി 12:30 മുൻപ് ഈ മരണം സംഭവിച്ചു എന്ന നിഗമനത്തിലാണ് നിലവിൽ ഇപ്പോൾ പോലീസ് ഉള്ളത്. ഈ ഏറ്റുമാനൂർ തെള്ളകത്ത് ഡെക്കാത്തറോണുണ്ട്. ഡെക്കാത്തറോണിന് സമീപത്താണ് ഇത്തരത്തിൽ ലീന ജോസിൻ്റെ വീടുള്ളത്. അവിടെയാണ് ഇത്തരത്തിൽ വീടിന് പുറകിലായിട്ടാണ് ഇപ്പോൾ ഈ മൃതദേഹം കണ്ടിരിക്കുന്നത്. ഈ പടുത ഉപയോഗിച്ച് മൃതദേഹം ഇപ്പോൾ പൂർണ്ണമായും കവർ ചെയ്തിരിക്കുകയാണ്. ഈ വീട്ടിലാകെ ഉള്ളത് ലീന ജോസും അതുപോലെ തന്നെ അവരുടെ ഭർത്താവ്, 2 മക്കൾ, ഭർത്താവിൻ്റെ പിതാവ്, അങ്ങനെ 5 പേരാണ് ഈ വീട്ടിൽ ആകെ ഉള്ളത്. ഈ മരണം സംഭവിക്കുന്ന സമയത്ത് 4 പേർ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ മൂത്ത മകൻ കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപത്ത് ഒരു ഹോട്ടൽ നടത്തുകയാണ്. അവിടെ ഈ ഹോട്ടൽ നടത്തി രാത്രി 12:30 കൂടി തിരിച്ചെത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ മൃതദേഹം ഇവിടെ വെച്ച് കാണുന്നത്. എന്തായാലും എനിക്കൊപ്പം ഈ കൗൺസിലർ കൂടി ചേരുകയാണ്. ഇവരെങ്ങനെയാണ് അങ്ങനെ നിങ്ങളുമായിട്ടൊക്കെ ഇടപെടുന്ന സമയത്തൊക്കെ? വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നമുള്ളതല്ല. ഈ പുള്ളിക്കാരത്ത് എപ്പോഴും എന്തെങ്കിലും രജിസ്റ്റർക്കാരെ വന്നെങ്കിൽ പിന്നെ അന്ന് ദിവസം മുഴുവൻ വഴക്കും വേളായിരിക്കും. ഒച്ചയും വേളൊക്കെ എടുത്ത് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഒരു സ്ഥിരം അങ്ങനെയാ. വീട്ടുകാരുമായിട്ടൊക്കെ എല്ലാം വേറെ പ്രശ്നമൊന്നുമില്ല. എന്നുവെച്ചാൽ മേലായിരുന്നു, അമ്മ മേലായിരുന്നപ്പം അങ്ങോട്ട് നടിക്കലായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്ത് ഇങ്ങനെ എന്തോ ഒരു വിപ്രശ്നം, അങ്ങനെ ആ ഒരു ഇതാണ് സ്ഥിരമായി വർഷങ്ങളായിട്ട് ഞങ്ങൾ കാണുന്നത്. പിന്നെ എല്ലാം സഹിച്ച് പിടിച്ച് അങ്ങനെ നടക്കും, അത്രയേ ഉള്ളൂ. വഴക്ക് കൂടുമ്പോൾ പിന്നെ ഇറങ്ങിപ്പോവും, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും, അത്രയേ ഉള്ളൂ. ഒരു വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ വരും, പ്രധാനം പറയുമ്പോൾ ഒന്നൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങനെ എല്ലാ വീട്ടിലും. ഇപ്പോൾ താമസിക്കുന്ന ഭർത്താവ് 2 ആൺപിള്ളേരും അപ്പനും ഉണ്ട്. ഭർത്താവിനെ ജോലി? അവന് വേറെ പ്രത്യേകത കൃഷിയായിരുന്നു, നെൽകൃഷിയാണ്, വേറെ പരിപാടിയൊന്നുമില്ല. ശരി, ഷിനോജാണ് ആ സംഭവ സ്ഥലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. അപ്പോൾ വലിയ ദുരൂഹത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ സമയത്തും വീട്ടിൽ ആൾക്കാരുണ്ടായിരുന്നു. എന്നിട്ടും എങ്ങനെയാണ് ഈ ഒരു മരണം സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരികയാണ്. ഷിനോജാണ് വിവരങ്ങൾ നൽകിയത്.